നവംബർ 26 ഭരണഘടനാ ദിനം. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26-നാണ്. എന്നാൽ 1949 ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചത് നവംബർ 26-നായിരുന്നു. അതിനാലാണ് എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ജനങ്ങളെ ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ചും ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ആശയങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വൈവിധ്യമാർന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരുമിച്ച് വിളക്കിച്ചേർക്കുന്ന സുദൃഢമായ കണ്ണിയാണ് ഭരണഘടന. സമത്വത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്ര സാക്ഷാത്കാരത്തിന് തയ്യാറാക്കപ്പെട്ട മാർഗദർശി. തുല്യത, നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയുടെ അടിത്തറയിൽ കെട്ടിയുയർത്തിയ ഇന്ത്യൻ ഭരണഘടന രാജ്യത്തിൻ്റെ പരമാധികാര സ്വത്വവും പൗരന്മാരുടെ അവകാശങ്ങളും ഊട്ടിയുറപ്പിക്കുന്നു. സർവാധികാരത്തിൻ്റെയും ഉത്ഭവം പൗരന്മാരാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയ്ക്കുണ്ടാകുന്ന ചെറിയ പരിക്ക് പോലും രാജ്യത്തിൻ്റെ ഹൃദയത്തിനേൽക്കുന്ന വലിയ ക്ഷതമാണ്. ഇന്ന് ഭരണഘടന അതിരൂക്ഷമായി ആക്രമിക്കപ്പെടുന്നു. അത് മാറ്റിയെഴുതണമെന്ന മുറവിളികൾ ഉയരുന്നു. ആരാണോ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ അവരിൽ നിന്ന് തന്നെ ധ്വംസനവാസന പ്രകടമാകുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനാ സംരക്ഷണം പൗരന്റെ കർത്തവ്യങ്ങളിൽ അനിവാര്യമാകുകയാണ്. ഭരണഘടന നിലവിൽ വന്ന് 7 പതിറ്റാണ്ടുകൾ കടക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൊടിയ വെല്ലുവിളികൾ നേരിടുകയാണിപ്പോൾ. മതത്തെയും വിദ്വേഷത്തെയും കൂട്ടിക്കലർത്തി കാലഹരണപ്പെട്ട ദുരാചാരങ്ങളെ ഉണർത്തി ഭിന്നതയുടെയും അസ്വസ്ഥതകളുടെയും വിത്തുകൾ പാകി ഭരണഘടനാ മൂല്യങ്ങളെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളാണ് വിശിഷ്ടമായ ഭരണഘടനാ ദിനത്തിൽ പോലും ആഘോഷങ്ങൾക്കുപരി ആശങ്കകളുടെ പ്രതീതി പരത്തുന്നത്. ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ചരിത്രപരവും വിപ്ലവകരവുമായ പ്രാധാന്യം അനുസ്മരിക്കുന്ന വേളയിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 1949 നവംബർ 25-ന് ഡോക്ടർ BR അംബേദ്കർ നടത്തിയ പ്രസംഗം നാം ഓർക്കണം. 1950 ജനുവരി 26-ന് രാജ്യം ഔപചാരികമായി ഒരു റിപ്പബ്ലിക് ആകുമ്പോൾ അത് വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വമുണ്ടാകും, സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ അസമത്വവും. രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി, ഒരു വോട്ട്, ഒരു മൂല്യം എന്ന തത്വം നാം അംഗീകരിക്കും. എന്നാൽ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ നമ്മുടെ സാമൂഹിക സാമ്പത്തിക ഘടന കാരണം ഒരു വ്യക്തി, ഒരു മൂല്യം എന്ന തത്വം തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ തുടരും. ഏറെക്കാലം ഈ തിരസ്കാരം തുടർന്നാൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം അപകടത്തിലാവും. പൗരന്മാർ മഹാനായ ഒരു മനുഷ്യൻ്റെ കാൽക്കൽ പോലും സ്വാതന്ത്ര്യങ്ങൾ അടിയറ വയ്ക്കരുത്. തങ്ങളുടെ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാൻ അയാളെ സഹായിച്ചേക്കാവുന്ന തരത്തിൽ വിശ്വസിച്ച് അംഗീകാരങ്ങൾ നൽകിക്കളയരുത്. ഇന്ത്യയിൽ ഭക്തി അഥവാ വീരാരാധന രാഷ്ട്രീയ ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്തത്ര വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മതത്തിൽ ഭക്തിമോക്ഷമാർഗമാകാം, പക്ഷേ രാഷ്ട്രീയത്തിൽ ഭക്തി, വീരാരാധന എന്നിവ അധപ്പതനത്തിനും ക്രമേണ ഏകാധിപത്യത്തിനും വഴിവെക്കും. ഈ വാക്കുകളിൽ അംബേദ്കർ പ്രകടിപ്പിച്ച ആശങ്കകൾ അക്ഷരം പ്രതി ശരിയാവുകയാണ് വർത്തമാനകാല ഇന്ത്യയിൽ. നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്നാരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ ജനങ്ങളെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണ വ്യത്യാസങ്ങളുടെയോ പേരിലല്ല പരിഗണിച്ചത്. മതവിശ്വാസങ്ങളോ തൊഴിലോ സാമ്പത്തിക നിലയോ അവകാശാധികാരങ്ങളെ തടയിടാനുള്ള മാനദണ്ഡങ്ങളായിരുന്നുമില്ല. ബഹുവിധമായ വിശ്വാസങ്ങൾക്ക് ശാന്തിയോടെ സഹവർത്തിക്കാനാകുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായിരുന്നു ഗാന്ധിയും നെഹ്റുവുമൊക്കെ മുന്നോട്ട് വെച്ചത്. ഈ വീക്ഷണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് രാജ്യം മുസ്ലിം വിദ്വേഷത്തിൻ്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും വളക്കൂറുള്ള മണ്ണായി മാറുന്നത്. ഇപ്പോൾ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭരണഘടനയുടെ ചൂഷണവും ജനാധിപത്യത്തിൻ്റെ മൂല്യച്യുതിയുമാണ്. അതിന് വിവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണ നേതൃത്വത്തിൻ്റെ നയപരവും രാഷ്ട്രീയവുമായ തീരുമാനങ്ങളാണ്. മറ്റൊന്ന്, നീതിന്യായ സംവിധാനത്തിൻ്റെ ഇടപെടലുകളും. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തുക എന്നത് ഇന്ന് ഒരു രാഷ്ട്രീയ പദ്ധതിയായി തന്നെ പലരും കാണുന്നു.
ഭരണകൂടത്തിൻ്റെ നിലപാടുകളിൽ ഭരണഘടനയുടെ അന്തസ്സത്ത ലംഘിക്കപ്പെടുന്നു എന്ന തോന്നലാണ് ഇതിന് പിന്നിൽ. പരമാധികാര സ്ഥിതിസമത്വം മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിന് മൂല്യച്യുതി സംഭവിക്കുമ്പോൾ വിഫലമാകുന്നത് രാഷ്ട്രത്തിൻ്റെ ഉന്നമനം മാത്രം സ്വപ്നം കണ്ട ഭിക്ഷുഗ്വരന്മാരുടെ പ്രയത്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിഖ്യാതമായ ഭരണഘടനയെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ശ്രമിക്കാം. നന്ദി.